കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടാവാറുണ്ട്. അത് ജീവിതത്തിൽ മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റിലും അങ്ങനെ തന്നെയാണ്. അതായത് പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ അതിനുശേഷം ഒരു ചെറിയ മൂവ്മെൻ്റ് എങ്കിലും താഴോട്ട് വന്നിട്ടാണ് പിന്നെയും മുകളിലോട്ട് പോകുന്നെങ്കിൽ പോകാറ്. അപ്പോൾ ആ ഒരു താഴോട്ടുള്ള മൂവ്മെൻറ്റ് എവിടം വരെ വന്നേക്കാം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഫിബനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൂൾ എങ്ങനെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാമെന്നും അതിന് പിന്നിൽ മാത്തമാറ്റിക്കലായിട്ടുള്ള ചെറിയൊരു ഫിബനാച്ചി എന്താണെന്നുള്ളൊരു കാര്യവും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും റെഗുലറായി ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വ്യക്തി ഏറ്റവും മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റി മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ സീരീസിന്റെ 13ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫിബനാച്ചി റീട്രേസ്മെന്റ് ടൂളിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് സമയം എടുത്തിട്ട് എന്താണ് ഫിബനാച്ചി നമ്പർ സീക്വൻസ് എന്ന് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ഫിബനാച്ചി എന്ന് പറയുന്ന പേര് വന്നിട്ടുള്ളത് ഫിബനാച്ചി നമ്പർ സീക്വൻസ് എന്ന് പറയുന്ന ഒരു നമ്പർ സീക്വൻസ് ഉണ്ട്. അത് കണ്ടുപിടിച്ചിരിക്കുന്ന ആളുടെ പേര് തന്നെയാണ് ഫിബനാച്ചി എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ബാധിക്കുന്ന കാര്യമല്ല. ഈ നമ്പർ സീക്വൻസ് എന്താണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് എന്നാണ്. ഇത് നമ്മൾ ഓൾറെഡി പണ്ട് കൊച്ചുനാളിൽ പഠിച്ച കാര്യമാണ്. ഞാൻ ആ നമ്പർ സീക്വൻസ് ഒന്ന് ബോർഡിൽ കാണിക്കാം. ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നതാണ് ഫിബനാച്ചി നമ്പർ സീക്വൻസ്. ഈ നമ്പർ സീക്വൻസ് കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, പക്ഷെ ഇതിന് പിന്നിൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു ചെറിയ ഗെയിം ഉണ്ട്. അതുപോലെ തന്നെ ഈ നമ്പർ സീക്വൻസിന് നേച്ചറിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ കാണുന്ന നമ്പർ സീക്വൻസ് നേച്ചറിൽ പലവട്ടം റിപ്പീറ്റഡ് ആയിട്ട് എന്തൊക്കെയോ കാരണങ്ങളാൽ കാണാറുള്ളതാണ്. അതായത് നമ്മളൊരു പൂവിൻ്റെ എതളുകളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഭൂരിഭാഗം സമയങ്ങളും ഭൂരിഭാഗം പൂക്കളുടെ എതളിൻ്റെ എണ്ണം ഏതെങ്കിലും ഒരു ഫിബനാച്ചി നമ്പർ സീക്വൻസിൽ വരുന്ന നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ മുയലുകളുടെ ബ്രീഡിംഗ് സൈക്കിളിലും ഇത്തരത്തിലുള്ള ഫിബനാച്ചി നമ്പർ സീക്വൻസ് നമ്മൾ കാണാറുണ്ട്. ഈ പറഞ്ഞ ഫിബനാച്ചി നമ്പർ സീക്വൻസ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. അത് കാണുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. അതായത് ഒരു നമ്പർ ഫോം ചെയ്തിരിക്കുന്നത് അതിന് മുന്നേ ഉള്ള രണ്ട് നമ്പർ ആഡ് ചെയ്തിട്ടാണ്. ഓക്കെ, അതായത് ഈ 13 എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ അതിന് മുമ്പുള്ള 8ഉം 5ഉം കൂട്ടി നോക്കൂ, 13 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തൊട്ട് തന്നെ ചിന്തിക്കാം. ഇവിടെ നമ്മൾ 0, ലെറ്റ്സ് അസ്യൂം ആദ്യത്തെ നമ്പർ 0 ആണല്ലോ. അപ്പോൾ രണ്ട് ബേസിക് നാച്ചുറൽ നമ്പറുകൾ നമ്മൾ എടുക്കുന്നു. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് അടുത്ത നമ്പർ കണ്ടുപിടിക്കുന്നു. അതായത് 0 + 1 = 1. അതിനുശേഷമുള്ള നമ്പർ കണ്ടുപിടിച്ചത് 1 + 1 കൂട്ടിയിട്ടാണ്. അതിനുശേഷമുള്ള നമ്പർ 2 + 1 കൂട്ടിയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. 3 + 2 = 5, 5 + 3 = 8. അങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്ന നമ്പേഴ്സ് ആഡ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്പർ സീക്വൻസിനെയാണ് നമ്മൾ ഫിബനാച്ചി നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിബനാച്ചി നമ്പർ സീക്വൻസ് പ്രകൃതിയിലുള്ളതുപോലെ തന്നെ ഫിബനാച്ചിയുടെ റേഷ്യോസ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് റേഷ്യോസ്? അതും ഇതിലുള്ള ഒരു ചെറിയ മാത്തമാറ്റിക്കൽ സംഭവമാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫിബനാച്ചി നമ്പറിൽ ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ടൊരു നമ്പർ എടുക്കുന്നു, അതിന് തൊട്ട് മുമ്പുള്ള നമ്പറുമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഇപ്പം ഞാൻ ഇത് 21 എടുത്തെന്ന് വെച്ചോ. അപ്പോൾ 21 / 13 ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണോ കിട്ടുന്നത് അതിനെയാണ് ഫിബനാച്ചി റേഷ്യോസ് എന്ന് പറയുന്നത്. അതിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഈ പറയുന്ന 21 / 13 എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണോ അതേ ആൻസർ തന്നെ ആയിരിക്കും നമ്മൾ മുമ്പിലോട്ട് പോകുമ്പോൾ ഒരു നമ്പർ എടുത്തിട്ട് അത് ഡിവൈഡ് ബൈ അതിന് തൊട്ട് മുമ്പുള്ള നമ്പർ നോക്കിയാൽ ഈവൻ 13 / 8 നോക്കിയാലും ഓൾമോസ്റ്റ് സെയിം ആൻസർ തന്നെ ആയിരിക്കും ഈ 21 / 13 കിട്ടുന്നത്. അപ്പോൾ അടുത്തടുത്ത് നിൽക്കുന്ന നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ സെയിം ആൻസർ ഒക്കെ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പോയിന്റിന് ശേഷമുള്ള സംഖ്യകളിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്പർ എടുത്തിട്ട് അതിന് ശേഷമുള്ള അല്ലെ അതിന് മുമ്പുള്ള ഒരു നമ്പർ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത നമ്പർ എടുക്കുകയാണെങ്കിൽ, അതായത് ഞാൻ 21 എടുക്കുന്നു, അതിനുശേഷം 13 വിട്ടിട്ട് 8 എടുക്കുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ 21 / 13 ചെയ്ത പോലെ തന്നെ 21 / 8 ചെയ്യുന്നു. ഓക്കെ, ഈ രീതിയിൽ തന്നെ ഞാൻ ഏത് നമ്പർ എടുത്ത് ഡിവൈഡ് ചെയ്താലും അതിനും സെയിം ആൻസർ ആയിരിക്കും. ഇത്തരത്തിൽ നമ്മൾ ഏത് പാറ്റേൺ ട്രൈ ചെയ്താലും ഫിബനാച്ചി നമ്പർ സീക്വൻസിൽ നമുക്ക് ഒരേ ആൻസർ തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ആ കിട്ടുന്ന ആൻസർ ആണ് ഫിബനാച്ചി റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പോൾ നേച്ചറിൽ ഫിബനാച്ചി നമ്പർ സീക്വൻസ് കാണാൻ കഴിഞ്ഞതുപോലെ തന്നെ എന്തൊക്കെയോ കാരണം കൊണ്ട് തന്നെ നേച്ചറിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഈ ഫിബനാച്ചിയുടെ റേഷ്യോസ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, എവിടെ യൂസ് ചെയ്യുന്നു, ഇത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രെൻഡിലോട്ടൊന്ന് പോവാണ്. കഴിഞ്ഞ വീഡിയോ ട്രെൻഡിനെ പറ്റിയിട്ടും ട്രെൻഡിലുള്ള ട്രേഡ്സിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം ഞാൻ പറയുന്നത് മനസ്സിലാവും. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, പോയി കണ്ടിട്ട് തരിക. അപ്പോൾ എന്തായാലും ട്രെൻഡിൽ 2 ടൈപ്പ് ട്രെൻഡിനെ പറ്റി നമ്മൾ പഠിച്ചു. ആ ട്രെൻഡ് ഞാൻ ഇവിടെ നിന്ന് റീകൺസിഡർ ചെയ്യാണ്. കാരണം ട്രെൻഡിങ് മാർക്കറ്റിലാണ് ഫിബനാച്ചി റീട്രേസ്മെന്റ് ടൂൾ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു അപ് ട്രെൻഡ് എന്താണ്, ഡൗൺ ട്രെൻഡ് എന്താണ്? മുകളിലോട്ടുള്ള ഡയറക്ഷനിൽ മാർക്കറ്റ് പോകുന്ന ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. താഴോട്ടുള്ള ഡയറക്ഷനിൽ മാർക്കറ്റ് പോകുന്ന ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇതിന്റെ തിയറിയിൽ അല്ലെങ്കിൽ ഇതിന്റെ ക്രൈറ്റീരിയയിൽ നമ്മൾ പഠിച്ചതാണ്. ഹൈയും ലോയും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മളതൊരു അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ എന്ന് മനസ്സിലാക്കുന്നത്. ആ വീഡിയോയിൽ വ്യക്തമായി
വ്യക്തമായിട്ട് പറയുന്നുള്ളൂ. അത് നിങ്ങൾക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇവിടെയുള്ള വേവുകൾ, അതായത് ഒരു വേവ് എന്ന് പറയുന്നത് ഒരു തിരമാലയാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റിനെയാണ് നമ്മളൊരു വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള വേവ്സ് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. മേജറായിട്ടും ഇതിൽ ഏത് ട്രെൻഡ് എടുത്താലും രണ്ട് ടൈപ്സ് വേവ്സ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒന്ന് അപ്വേർഡിലോട്ട് പോയിരിക്കുന്ന ഒരു വേവ്, രണ്ട് ഡൗൺവേർഡിലോട്ട് പോയിരിക്കുന്ന ഒരു മൂവ്മെന്റ്. ശരിയല്ലേ? ഒരു അപ്വേർഡ് മൂവ്മെന്റും ഉണ്ട്, ഒരു ഡൗൺവേർഡ് മൂവ്മെന്റും ഉണ്ട്. ഈ രണ്ട് മൂവ്മെന്റിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അപ് ട്രെൻഡിൽ പോയിരിക്കുമ്പോൾ അപ്വേർഡ് പോയിരിക്കുന്ന മൂവ്മെന്റ് ആണ് ട്രെൻഡിനെ കൊണ്ടുപോകുന്നത്. ഡൗൺവേർഡ് പോയിരിക്കുന്ന മൂവ്മെന്റ് ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഡൗൺ ട്രെൻഡിലാണെങ്കിലോ ഡൗൺവേർഡ് പോയിരിക്കുന്ന ഈ ഒരു മൂവ്മെന്റ് ആണ് ട്രെൻഡിനനുസരിച്ച് പോയത്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു മൂവ്മെന്റ് വേറെയും നമുക്ക് അവിടെ കാണാം. അപ്പോൾ ഈ രണ്ട് മൂവ്മെന്റ്സിനെയും നമുക്ക് രണ്ട് പേരിൽ വിളിക്കാം. അപ് ട്രെൻഡിൽ തന്നിരിക്കുന്ന ഈ ഒരു അപ്വേർഡ് മൂവ്മെന്റ്, ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഇമ്പൾസീവ് മൂവ്മെന്റ് എന്നാണ്. അത് ട്രെൻഡിനനുസരിച്ച് പോകുന്ന മൂവ്മെന്റിനെയാണ് നമ്മൾ ഇമ്പൾസീവ് വേവ് എന്ന് പറയുന്നത്. ഡൗൺവേർഡ് വേവിൽ തന്നിരിക്കുന്ന ഈ ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ്, ഡൗൺവേർഡ് ട്രെൻഡിൽ തന്നിരിക്കുന്ന ട്രെൻഡിനനുസരിച്ചുള്ള ഡൗൺവേർഡ് മൂവ്മെന്റിനെ നമ്മൾ അവിടെ ഇമ്പൾസീവ് എന്ന് പറയുന്നു. എന്നാൽ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് തരുന്ന മൂവ്മെന്റിനെ നമ്മൾ അവിടെ കറക്ഷൻ അല്ലെങ്കിൽ റീട്രേസ്മെന്റ് എന്ന് പറയുന്നു. ഇവിടെ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് അപ് ട്രെൻഡിൽ തന്നിരിക്കുന്ന മൂവ്മെന്റ് എന്താണ്? താഴോട്ട് തന്നിരിക്കുന്ന മൂവ്മെന്റ് തന്നെയാണ്. ശരിയല്ലേ? ഇതൊക്കെയാണ് ഈ താഴോട്ട് തന്നിരിക്കുന്ന ഈ ഒരു മൂവ്മെന്റ് ആണ് ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്. സോ അപ് ട്രെൻഡിൽ അതാണ് കറക്ഷൻ അല്ലെങ്കിൽ റീട്രേസൽ. ഡൗൺ ട്രെൻഡിലാണെങ്കിലോ ഡൗൺ ട്രെൻഡിൽ മുകളിലോട്ട് തന്നിരിക്കുന്ന ഈ ഒരു മൂവ്മെന്റ് ആണ് റീട്രേസൽ എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് എവിടെയാണ് ഫിബനാച്ചി സീക്വൻസ് അല്ലെങ്കിൽ ഫിബനാച്ചി റീട്രേസ്മെന്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് അപ് ട്രെൻഡ് മാത്രം ഒന്ന് കൺസിഡർ ചെയ്യുകയാണ്. അപ് ട്രെൻഡ് ഇങ്ങനെയാണല്ലോ പോകുന്നത്. ശരിയല്ലേ? ഒരു മൂവ്മെന്റ് മുകളിലോട്ട് തരും, വിച്ച് ഈസ് കോൾഡ് ഇമ്പൾസീവ് മൂവ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അതിനുശേഷം ഒരു കറക്ഷൻ താഴേക്ക് തരും. അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നു മുകളിലോട്ട് അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു പോകും. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? കുറച്ച് ലോയും കുറച്ച് ഹൈയും അല്ലേ? സിംപ്ലി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ലോ, ഇവിടെ നെക്സ്റ്റ് ഹയർ ലോ, നെക്സ്റ്റ് ഹയർ ലോ, ഇവിടെ ഒരു ഹൈ ഹൈ ഹയർ ഹൈ, അങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അപ് ട്രെൻഡിൽ എവിടെയാണ് ട്രേഡ് എടുക്കുന്നത്? ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്ത ശേഷം സപ്പോർട്ട് എടുത്തിട്ട് അവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകുന്ന സീൻസിലാണ് നമുക്കൊരു ട്രേഡിൽ എൻട്രി ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഈ ഒരു വേവ് മാത്രമായിട്ടൊന്ന് കൺസിഡർ ചെയ്യുകയാണ്. അത് എങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് ഓൾറെഡി അറിയാം. അതിന്റെ സൈക്കോളജി ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു ലോ ഫോം ചെയ്യുന്നു. അതായത് ഈ ഒരു പോയിന്റ് ആണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ഒരു ലോ ഫോം ചെയ്യുന്നു. ആ ലോ ഫോം ചെയ്യാനുള്ള കാരണം എന്താണ്? അവിടെ നല്ല ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് ഫോളോ ചെയ്യുമായിരുന്നു സപ്ലൈ കാരണം. ഒരു നല്ല ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ, നല്ല രീതിയിൽ ബയേഴ്സ് കയറിയപ്പോൾ അവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് മുകളിലോട്ട് പോകാൻ തുടങ്ങി. മുകളിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരുപാട് പേർക്ക് ലാഭം കിട്ടും. നല്ല രീതിയിൽ ലാഭം കിട്ടുന്ന ഒരു പോയിന്റ് എത്തുമ്പോൾ എല്ലാവരും സെല് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടെ നല്ല സപ്ലൈ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ നല്ല സപ്ലൈ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഒരു ലോയും ഒരു ഹൈയും ഫോം ചെയ്തത്. ഇവിടെ ഒന്നും നമുക്ക് ട്രേഡ് ഇല്ല. നമുക്ക് ട്രേഡ് ഉള്ള എപ്പോഴാണ്? തിരിച്ചു വന്ന ഒരു ഹയർ ലോ ഫോം ചെയ്യുമ്പോഴാണ് ട്രേഡ് ഉള്ളത്. അപ്പോൾ ഇവിടെ സപ്ലൈ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് താഴോട്ട് ഫോളോ ചെയ്യുമല്ലോ. താഴോട്ട് ഫോളോ ചെയ്യുമ്പം ഒരിക്കലും ഇവിടെ പോകത്തില്ല. അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് ആയി മാറും, അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയി മാറും. ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ പ്രീവിയസ് ലോ വരെ പോയില്ല, പകരം ഒരു ഹയർ ലോ ആയിരിക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ലോ വരെ പോയില്ല, അതിന് മുകളിലായിരിക്കും ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോഴാണല്ലോ ഒരു അപ് ട്രെൻഡ് ആവുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഏതോ ഒരു പോയിന്റിൽ വന്നിട്ട് ഇത് സപ്പോർട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ശേഷം പിന്നെയും ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോകാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്ഥലം നേരത്തെ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ നമുക്ക് അവിടെ നല്ല ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഹൈ പ്രോബബിലിറ്റി ഉള്ള ട്രേഡ്സ് നമുക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹയർ ലോ, അതായത് ഇതൊരു ലോ ആണ്, ഇതൊരു ഹൈ ആണ്, ഈ ഒരു ഹയർ ലോ ആണ്. അപ് ട്രെൻഡിന്റെ കേസാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹയർ ലോ എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഡിമാൻഡ് ഉള്ള ഒരു സ്ഥലത്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എവിടെയാണ് ഡിമാൻഡ് വരാൻ സാധ്യത? സപ്പോർട്ട് സോണുകളിലാണ് ഡിമാൻഡ് വരാൻ സാധ്യത. അപ്പോൾ ഒരു ലോ ഫോം ചെയ്ത് ഒരു ഹൈ ഫോം ചെയ്ത ശേഷം അടുത്ത ഹയർ ലോ ഫോം ചെയ്യുന്ന പൊട്ടൻഷ്യൽ സപ്പോർട്ട് ലെവൽസ് എവിടൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഫിബനാച്ചി റീട്രേസ്മെന്റ് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലെവൽസിലൊക്കെയാണ് ഈ പറഞ്ഞ ഹയർ ലോ ഫോം ചെയ്യാൻ സാധ്യത എന്ന് നമുക്ക് നേരത്തെ മനസ്സിലാകും. ആ ഒരു ലെവലിൽ എത്തുമ്പോൾ ഉള്ള പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കി നമുക്ക് നേരത്തെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് രണ്ട് പോയിന്റ്സ് ആണ്. ഒരു ലോ പോയിന്റും ഒരു ഹൈ പോയിന്റും. അപ്പോൾ ഈ ഒരു ലോ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഈ ഒരു ഹൈ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഒരു സ്വിംഗ് ലോയും സ്വിംഗ് ഹൈയും കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹയർ ലോ എവിടെ ആയിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫിബനാച്ചി റീട്രേസ്മെന്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ചാർട്ടിൽ പോയിട്ട് മനസ്സിലാക്കാം. അത് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, പ്രൈസ് ഒരു ലോ പോയിന്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഒരു ഹൈ പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ച് ഹയർ ലോ ആണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ഏതൊരു പോയിന്റിലാണ് അത്തരത്തിലുള്ള ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു പോയിന്റിൽ എപ്പോഴാണ് ഈ ഒരു സപ്പോർട്ട് സോൺ, ഏതൊരു ലെവലിലാണ് ഈ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത എന്നുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫിബനാച്ചി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് 2 പോയിന്റ്സ് ആണ്. നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റും സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മുകളിലത്തെ പോയിന്റുമാണ്. അപ്പോൾ 2 പോയിന്റ്സ് നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു
വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫിബനാക്കി ടൂൾ എടുക്കാം. ടൂൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ടൂൾ കിറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ മിഡിൽ പോർഷനായിട്ട് ഫിബനാക്കി റീട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ ഫിബ് റീട്രേസ്മെൻറ്റ് എന്ന് പറയുന്ന ടൂളുണ്ട്. അത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്തിട്ട് 2 ക്ലിക്ക് നമ്മൾ കൊണ്ട് ചാർട്ടിൽ ചെയ്യണം. ആ 2 ക്ലിക്ക് ചെയ്യേണ്ട പോയിന്റ് ആണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഈ ഒരു ലോ പോയിന്റും ഈ ഒരു ഹൈ പോയിന്റ്. അപ്പോൾ ആദ്യം ഞാൻ അപ് ട്രെൻഡിലാണെങ്കിൽ ലോ ടു ഹൈ വരയ്ക്കണം, ഡൗൺ ട്രെൻഡിലാണെങ്കിൽ ഹൈ ടു ലോ ആയിരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ അപ് ട്രെൻഡിൽ ലോ ടു ഹൈ വരയ്ക്കാൻ വേണ്ടി ഞാൻ നടുക്ക് ഈ പോയിന്റിന്റെ ലോവസ്റ്റ് പോയിന്റിന്റെ എക്സാക്ട് സെൻട്രൽ പോയിന്റിൽ മൗസ് പോയിന്റർ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇവിടെ വൈ ആക്സിസ് ആണ് ഇമ്പോർട്ടൻ്റ്. അതായത് വലതുവശത്തുള്ള ഈ ഒരു ആക്സിസിലുള്ള പ്രൈസിന് കറക്റ്റായിട്ടായിരിക്കണം ഞാൻ ഈ ലോ കൊണ്ടുവെക്കുന്നത് എന്നുള്ളതാണ്. അതായത് താഴോട്ടുള്ള ഈ ആക്സിസിന് നേരെ താഴെ കൊണ്ട് വെക്കണം എന്നൊന്നുമില്ല, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വെക്കണം എന്നൊന്നുമില്ല. വലതുവശത്ത് കറക്റ്റ് പ്രൈസിലായിരിക്കണം, അതായത് ഈ നിൽക്കുന്ന പോയിന്റ് കറക്റ്റ് പ്രൈസിലായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഇടതുവശത്തോട്ട് വെച്ചിട്ടാണെങ്കിലും ഇത് ക്ലിക്ക് ചെയ്യാം. ആ ഒരു പോയിന്റിൽ തന്നെയാണ് ഞാൻ ഹൊറിസോണ്ടലി മൗസ് വെക്കുന്നത് എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിന് ശേഷം ഞാനിത് എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു മുകളിലത്തെ ടോപ്പുള്ള ആ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഞാൻ കൊണ്ടുവെക്കേണ്ടത് ആ ഒരു ഹയസ്റ്റ് പോയിന്റിന്റെ പീക്കിൽ കൊണ്ട് പ്ലേസ് ചെയ്യണം. അതിനുശേഷം സെക്കൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ലെവൽസ് ആണ് ഫിബനാക്കി ലെവൽ. എനിക്ക് ആ ഒരു ലെവൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരയ്ക്കുവാണ് ഒരു വലത്തോട്ട്. അപ്പോൾ എനിക്ക് കുറച്ചധികം ലെവൽസ് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഈ ലെവൽസ് ആണ് ഫിബനാക്കി ലെവൽസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ ലെവൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 0%, അതുപോലെ തന്നെ 2.23%, അതുപോലെ തന്നെ 38%, 50%, 61%, 78%, 100%. ഇത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ്, റാൻഡം ആയിട്ടുള്ള കുറച്ച് പേഴ്സൻറ്റേജിൻ്റെ കണക്കുകളാണ്. എന്തിൻ്റെ പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തല്ലോ, അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈ വെച്ചില്ലേ. അപ്പോൾ ഈ ലോയ്ക്കും ഹൈക്കും ഹൊറിസോണ്ടലായിട്ട് നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ വലതുവശത്ത് പ്രൈസ് കാണാൻ പറ്റുമല്ലോ. ആ പ്രൈസ് തമ്മിലുള്ള ദൂരം എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര രൂപയാണ് വ്യത്യാസം. ആ എമൗണ്ടിന്റെ ഇത്ര ശതമാനം താഴേക്ക് മൂവ്മെന്റ് തന്നിട്ടുണ്ട് എന്ന് അളക്കാൻ വേണ്ടിയിട്ടുള്ള പെർസെൻറ്റേജ് ആണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിരിക്കുന്നത്. അതായത് നമുക്കിവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൈസ് മുകളിലോട്ട് പോയി ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ താഴോട്ട് വരുന്ന ഈ ഒരു മൂവ്മെന്റിനെ ആണല്ലോ നമ്മൾ ഈ റീട്രേസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റിന്റെ എത്ര ശതമാനമൊക്കെ റീട്രേസിൽ തരാം എന്നുള്ളതാണ് നമുക്ക് ഫിബനാക്കി റീട്രേസ്മെന്റ് ടൂൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ആ ശതമാന കണക്ക് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ലോ വെച്ചു ഞാൻ ഈ ഒരു ഹൈയിൽ വെച്ചിട്ട് ഫിബ് ഫിബ് റീട്രേസ്മെന്റ് ടൂൾ വരച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇവിടം വരെ റീട്രേസിൽ തന്നിട്ട് മുകളിലോട്ട് പോയാൽ അതിനർത്ഥം ഈ ഒരു ഇമ്പൾസീവ് വേവിന്റെ വെറും 23% മാത്രമാണ് റീട്രേസിൽ കിട്ടിയത്. അതേസമയം അത് അവിടുന്ന് റീട്രേസിൽ തരുന്നില്ല, താഴെ ഇവിടം വരെ വന്നിട്ട് ഇവിടുന്ന് ആ സപ്പോർട്ട് എടുത്തെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം 38% ആ ഇമ്പൾസീവ് വേവിന്റെ 38% റീട്രേസിൽ തന്നു. ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ 50% റീട്രേസിൽ തന്നു എന്നർത്ഥം. 60% റീട്രേസിൽ അല്ലെങ്കിൽ 61% ഈ കാണുന്ന പെർസെൻറ്റേജ് കണക്ക് അത്രയും റീട്രേസിൽ തന്നു എന്നർത്ഥം. ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 78% റീട്രേസിൽ തന്നു. നമ്മളിവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീട്രേസൽ പോയിന്റ്സ് അല്ലെങ്കിൽ ഈ ഒരു ഫിബനാക്കി ലെവലിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട 3 ഫിബനാക്കി ലെവൽസ് ആണ്, അല്ലെങ്കിൽ ഫിബനാച്ചി ലെവൽസ് ആണ് ഈ 3 അതായത് 38.2, അതുപോലെ തന്നെ 50.00, 61.8. ഈ 3 ലെവൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതലായിട്ട് മാർക്കറ്റിൽ റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഫിബനാക്കി ലെവൽസ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഇമ്പൾസീവ് വേവ് മുകളിലോട്ട് തന്നു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള അപ് ട്രെൻഡ് ആണെങ്കിൽ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരിടത്ത് വന്നിട്ട് റീടെസ്റ്റ് ചെയ്ത് പോകാനാണ് കൂടുതലും സാധ്യത. അപ്പം നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് ലൈവായിട്ട് ഏതെങ്കിലും ഒരു ചാർട്ടിൽ ഓൾറെഡി ഫിബനാക്കി റെസ്പെക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കൊരു ചെറിയ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം അല്ലേ, മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം മുകളിലോട്ട് പോയി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത ശേഷം ഒരു ഹയർ ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങോട്ട് താഴോട്ട് ഫോളോ ചെയ്യുന്ന വഴിയിൽ നമുക്ക് 2 പോയിന്റ്സ് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ 2 പോയിന്റ്സ് വെച്ച് ഫിബനാക്കി കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ലെവൽ എത്തുമ്പോൾ നമുക്ക് ഇങ്ങനൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു മൂവ്മെന്റ് തരുന്നത് കാണുമ്പോൾ അവിടെ ഒരു ബൈ എക്സിക്യൂട്ട് ചെയ്യാൻ അത് സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് ഫിബനാക്കി ടൂൾ മാത്രം വെച്ചിട്ട് നമ്മൾ എടുക്കുന്നില്ല ട്രേഡ്, പകരം മറ്റ് അനാലിസിസ് കൂടെ നമ്മളതിൽ കമ്പൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റഡി പ്രകാരം ഞാൻ ഇതിനെ മാത്രം സംബന്ധിച്ചിട്ടുള്ള കാര്യം ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം. അപ്പം ഞാൻ എന്ത് ചെയ്യുവാണ്, ഈ ഒരു ലോയിൽ കൊണ്ട് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഈ ഒരു ഹയസ്റ്റ് പോയിന്റ് കൊണ്ട് സെക്കൻഡ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്നത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് എന്താണ്, കൃത്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഫോള് എവിടെ വന്നിട്ടാണ് സപ്പോർട്ട് എടുത്തിട്ട് റിവേഴ്സ് ചെയ്തിരിക്കുന്നത്,
എടുത്തിരിക്കുന്നത് 0.61 അല്ലെങ്കിൽ 61.80 എന്ന് പറയുന്ന ഫിബനാക്കി റീട്രേസ്മെന്റ് ലെവലിൽ വന്നിട്ടാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഏതൊരു സ്വിംഗ് എടുത്ത് നോക്കിയാലും ഓൾമോസ്റ്റ് ഒരു ഫിബനാക്കി ലെവലിലൊക്കെ അതൊന്ന് സപ്പോർട്ട് എടുത്ത് പോകുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. ഇവിടെ തന്നെ ഏഷ്യൻ പെയിന്റ്സിൽ വേറൊരു സ്വിംഗ് കൺസിഡർ ചെയ്തു. ഒരുപാട് സ്വിംഗ് ഉണ്ട്, ഞാൻ ജസ്റ്റ് എക്സാമ്പിളിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന 2 സ്വിംഗ് കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ഒരു ലോവസ്റ്റ് പോയിന്റ് ഇവിടെ നമുക്ക് കിട്ടി, അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈ പോയിന്റ് ഉണ്ട്. അതിനുശേഷം താഴോട്ട് വന്നിട്ട് ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഹൈ ഫോം ചെയ്ത് അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് ഫിബനാക്കി ലെവലാണോ അല്ലെങ്കിൽ ഫിബനാച്ചി എന്നാണ് പറയുന്നത്, ഞാൻ പറയുമ്പോൾ ഫിബനാക്കി എന്ന് പറഞ്ഞു പോകുന്നതാണ്, സോറി. ഇപ്പം ഞാൻ ഈ ഒരു ലോ പോയിന്റിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സെക്കൻഡ് ക്ലിക്ക് ഇവിടെ കൊണ്ട് ഹൊറിസോണ്ടലി വെക്കുകയാണ്. ഈ ഒരു ഹയസ്റ്റ് ലെവലിൽ കൊണ്ട് ഹൊറിസോണ്ടലി വെച്ച് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുകയാണ്. ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, ഇവിടുന്ന് തുടങ്ങിയ ഫാൾ കൃത്യമായിട്ട് വന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു ഫിബനാച്ചി ലെവലിൽ തന്നെയാണ്. അതായത് കൃത്യം ഈ ഒരു സ്വിങ്ങിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ 50% കറക്ഷൻ തന്നിട്ടാണ് പ്രൈസ് മുകളിലോട്ട് പോകാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള സപ്പോർട്ട് ലെവലുകൾ നമുക്ക് നേരത്തെ കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഫിബനാക്കി സഹായിക്കുന്നു. നേരെ മറിച്ച് ഒരു ഡൗൺ ട്രെൻഡിലാണ് ഒരു പ്രൈസ് പോകുന്നതെങ്കിൽ ഓൾമോസ്റ്റ് ഇങ്ങനെയായിരിക്കും പോകുന്നത്, ശരിയല്ലേ? ഒരു ഹൈയും ലോയും ലോവർ ഹൈയും ലോവർ ലോയും ഫോം ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ആ ഒരു കണ്ടീഷനിൽ മാർക്കറ്റ് ഒരു ഹൈയും ഒരു ലോയും ഫോം ചെയ്തിട്ട് ഒരു ലോവർ ഹൈ എവിടെ വന്നിട്ടാണ് ഈ ഒരു പോർഷൻ ഫോം ചെയ്യുന്നതെന്ന് അറിയാനാണ് നമ്മൾ ഫിബനാക്കി ടൂൾ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഹൈ പോയിന്റ് ടു ഈ ഒരു ലോ പോയിന്റ് ആയിരിക്കും ഫിബനാക്കി വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നേരത്തെ ലോ ടു ഹൈ വരച്ച പോലെ ഹൈ ടു ലോ ആയിരിക്കും ഇവിടെ നമ്മൾ വരയ്ക്കുന്നത്. അതിനുശേഷം വരുന്ന ഈ റെസിസ്റ്റൻസ് ഏരിയകളിലെല്ലാം നേരത്തെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുത്ത് റിവേഴ്സ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് ലൈവ് സ്ട്രീമിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. അന്നത്തെ ദിവസത്തെ ബെസ്റ്റ് പിക്സും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റോക്സിന്റെ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ലൈവ് സെഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 11:30 ഓപ്ഷൻ സെല്ലിംഗ് ബേസ് ചെയ്തിട്ടുള്ള ലൈവ് സെഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരെ ബൈ.